ശ്രീ ഷാജിർ ഖാൻ, ഈ ഇതാദ്യത്തെ സംഭവമല്ല. ഇതിനു മുൻപും ഈ ഓണപരീക്ഷയുടെ ഒക്കെ ചോദ്യപേപ്പർ, അതായത് എന്താണോ ചോദ്യപേപ്പറിൽ അച്ചടിച്ച് വരുന്നത് അതേ ചോദ്യങ്ങൾ മാറ്റമില്ലാതെ ഇത്തരം ഈ ഓൺലൈനുകളിലൂടെ അല്ലെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങളിലൂടെ പുറത്തു വരുന്നു എന്ന വിവരം അക്ഷരാർത്ഥത്തിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇതിന് പിന്നിൽ നടക്കുന്നുണ്ടെന്ന് സംശയിക്കാവുന്നതാണ്. ഈ ട്യൂഷൻ സെന്ററുകൾ തമ്മിൽ നടത്തുന്ന കച്ചവട മത്സരത്തിൽ അധ്യാപകർ കൂടി ഭാഗമാകുന്നുണ്ടോ എന്നൊക്കെ സംശയിക്കാവുന്നതാണ്. ഈ വിവരങ്ങളിൽ ശരിയായ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടോ ശ്രീ ഷാജിർ ഖാൻ? ഇതിലെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരും എന്ന് കരുതാൻ കഴിയുമോ? എന്തായിരിക്കും ഈ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത്? അല്ല, ചോദ്യപേപ്പർ ചോർച്ച എന്ന് പറഞ്ഞാൽ അത് ചോർത്തിക്കൊടുത്തതാരാണ് എന്ന ഒരു അടിസ്ഥാന ചോദ്യത്തിൽ നിന്ന് നമ്മൾ ആരംഭിക്കണം. അതിൻ്റെ ഉറവിടത്തിൽ അന്വേഷിക്കണം. കാരണം ഇപ്പോൾ സമഗ്ര ശിക്ഷ അഭിയാനാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ ഡയറ്റുമാണ്. അപ്പോൾ ഡയറ്റിലും ഈ സമഗ്ര ശിക്ഷ അഭിയാൻ്റെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആണ് യഥാർത്ഥത്തിൽ ഉത്തരം പറയേണ്ടത്. ഈ പറയുന്ന MS സൊല്യൂഷൻസ് കൊടുവള്ളി കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. അവർ കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ ഇതേപോലെ നേരത്തെ തന്നെ പ്രവചിക്കുകയും അത് പരീക്ഷയ്ക്കും വളരെ മുമ്പേ തന്നെ വരാൻ പോകുന്ന ചോദ്യം എന്തായിരിക്കും എന്ന് പറയുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ എന്ത് നടപടി സ്വീകരിച്ചിപ്പം ഏകദേശം 1 വർഷം പൂർത്തിയായി നമ്മൾ അടുത്ത ക്രിസ്മസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണ്. പക്ഷേ എന്ത് അന്വേഷണം നടത്തി? ഏത് നടപടിയാണ് ഈ പറയുന്ന ഈ പർട്ടിക്കുലർ സ്ഥാപനത്തിനെതിരെ വിദ്യാഭ്യാസ വകുപ്പ് എടുത്തത്? അപ്പോൾ യഥാർത്ഥത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്, ഇപ്പോൾ നമ്മൾ സമഗ്ര ശിക്ഷ അഭിയാനാണ് എന്ന് നമ്മൾ പറയുമ്പം അത് വിദ്യാഭ്യാസ വകുപ്പാണ്, പൊതുവിദ്യാഭ്യാസ വകുപ്പാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ അഭിയാൻ കൊടുക്കുകയും സമഗ്ര ശിക്ഷ അഭിയാൻ അത് ഔട്ട്സോഴ്സ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ സംസ്ഥാന തലത്തിൽ നേരത്തെ ഇപ്പോൾ SCERT ആയിരുന്നു ചോദ്യപേപ്പർ തയ്യാറാക്കിക്കൊണ്ടിരുന്നത്. അതിൽ മാറ്റം വരുത്തുകയും അത് സമഗ്ര ശിക്ഷ അഭിയാനെ ഏൽപ്പിക്കുകയും അതിൽ ഡയറ്റിനെ ഏൽപ്പിക്കുകയും പിന്നീട് ആ ഡയറ്റുകൾ ജില്ലകൾക്ക് ഔട്ട്സോഴ്സ് ചെയ്യുകയും വ്യത്യസ്ത ജില്ലകളിൽ അത് തയ്യാറാക്കുകയും അങ്ങനെ തയ്യാറാക്കുമ്പോൾ ഇപ്പോൾ കോഴിക്കോടിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു സമഗ്ര ശിക്ഷ കേരളം SSK ഡയറ്റുകളെയാണ് ഈ ചോദ്യപേപ്പറുകൾ തയ്യാറാക്കാൻ ഏൽപ്പിക്കുന്നത്. ഈ ഡയറ്റുകൾ, അതായത് ഡയറ്റുകൾക്ക് ചോദ്യപേപ്പറുകൾ തയ്യാറാക്കി കൊടുക്കുന്നത് വിഷയം പഠിപ്പിക്കുന്ന അധ്യാപകർ, അവരാണ് ചോദ്യപേപ്പർ തയ്യാറാക്കി നൽകുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ ചോദ്യപേപ്പർ ചോർന്നു പോകാൻ ഇടയുള്ളത് ഈ അധ്യാപകർ, അതായത് ആരാണോ ചോദ്യപേപ്പർ തയ്യാറാക്കി നൽകുന്നത് അവരിൽ നിന്ന് തന്നെ, അത് തന്നെ ആയിരിക്കണമല്ലോ ചോദ്യപേപ്പർ ചോർന്നു പോകുന്നതിൻ്റെ ഉറവിടമായി നമുക്ക് സംശയിക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഈ അധ്യാപകരിൽ പലരും ഈ സ്വകാര്യ ട്യൂഷൻ ക്ലാസ്സുകളിൽ അവരുടെ പലതരത്തിൽ അവരുടെ അഡ്വൈസറി ബോർഡിലൊക്കെയായി അവരും അംഗങ്ങളാണ് എന്നൊക്കെയുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചോർച്ചയുടെ ഉറവിടം നമ്മൾ അന്വേഷിച്ചാൽ ഇത് വിഷയം പഠിപ്പിക്കുന്ന ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന അധ്യാപകർ തന്നെ ആകാനല്ലേ സാധ്യത? അതെ, തീർച്ചയായിട്ടും അങ്ങനെയുള്ള ചില അധ്യാപകർ അതിനകത്ത് ഇൻവോൾവ് ആണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ ചോദ്യപേപ്പർ സാധാരണ നമ്മൾ 3 സെറ്റാണല്ലോ തയ്യാറാക്കുക. അപ്പോൾ വ്യത്യസ്ത ജില്ലകൾക്ക് കൊടുക്കുകയും വ്യത്യസ്ത SSK കൊടുക്കുന്നത് തന്നെ, പക്ഷേ വ്യത്യസ്ത അധ്യാപകർ തയ്യാറാക്കുന്ന വ്യത്യസ്ത ചോദ്യപേപ്പർ സെറ്റുകൾ അവസാനം അത് ക്രോഡീകരിച്ച് അതിൽ നിന്നാണ് ചോദ്യം തയ്യാറാക്കി കൊടുക്കുന്നത് പരീക്ഷയ്ക്ക്. സൗകര്യാർത്ഥം ഇപ്പോൾ ജില്ലകളാണ് ചെയ്യുന്നത്. അപ്പോൾ ജില്ലാ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ജില്ലയ്ക്കും വ്യത്യസ്തമായ ചോദ്യപേപ്പറും ആകാം. അപ്പോൾ എന്തായാലും അത് എന്ത് തന്നെയാണെങ്കിലും ശരി, അവിടെ സംഭവിക്കുന്നത് ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന അത് സെറ്റുകൾ തയ്യാറാക്കി കൊടുക്കുന്ന അധ്യാപകരിൽ നിന്നായിരിക്കാം, അതല്ലെങ്കിൽ ഈ പറയുന്ന സമഗ്ര ശിക്ഷ കേരളയിലെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടായിരിക്കാം. എന്തായാലും ഈ കേന്ദ്രം എന്ന് പറയുന്നത് അവരാണ്. ഇപ്പം നമ്മളിപ്പോൾ ഈ പറയുന്ന MS സൊല്യൂഷൻസ് നമ്മളതിൻ്റെ പ്രതിസ്ഥാനം തീർച്ചയായിട്ടും അവർ പ്രതികൾ തന്നെയാണ്. കാരണം അവരിലൂടെ ഒരു യൂട്യൂബ് ചാനൽ പോലെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിന് എങ്ങനെ കൈവരുന്നു എന്നതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ഞാനതുകൊണ്ടാണ് ഉറവിടത്തിൽ അന്വേഷിക്കണമെന്നും ഉറവിടത്തിൽ ആ സോഴ്സ് എവിടെയാണോ അവിടെ തടയണമെന്നും അവർക്ക് ഉറവിടത്തിൽ ഈ കാര്യങ്ങൾ അന്വേഷിക്കണം ഷാജർ, അതിനകത്തൊരു തർക്കവുമില്ല. പക്ഷേ MS സൊല്യൂഷൻസ് അവർ പറയുന്ന ന്യായം ഞങ്ങൾ മാത്രമല്ല ഈ വേറെയും പ്ലാറ്റ്ഫോമുകളിൽ ഇത് വരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു കൂട്ടായ കച്ചവടമാണ്, കൂട്ടായ ഒരു ഏർപ്പാടാണ്. അല്ലാതെ ഇത് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, ഞങ്ങൾ സ്വതന്ത്രമായാണ്, നീതിപൂർവ്വമാണ് ഞങ്ങൾ പഠനവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകുന്നതല്ല, ഇത് ഞങ്ങൾക്ക് മാത്രമല്ല മറ്റുള്ളവരിലും വന്നിട്ടുണ്ട് എന്ന ന്യായമാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതിലൊരു സമഗ്രമായ അന്വേഷണം വേണമല്ലോ സ്വാഭാവികമായി. അതെ അതെ തീർച്ചയായിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഒരു പ്രത്യേക സ്ഥാപനം മാത്രമല്ല, വേറെയും ഈ നമ്മളിപ്പോൾ വ്യാപം അഴിമതി എന്ന് പറയുന്നത് പോലെ ചോദ്യപേപ്പറുകൾ ഇങ്ങനെ കൊടുക്കുന്ന ഒരു ഏജൻസി പോലെ നമ്മളുടെ ഈ സമഗ്ര ശിക്ഷ കേരളയുമായി ബന്ധപ്പെട്ട ചില ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. 2, എല്ലാ അധ്യാപകരും ഇങ്ങനെ ചെയ്യുന്നവരാണ് നമുക്ക് പറയാനാകില്ല. പക്ഷേ ചില അധ്യാപകർ ഇത് ചോർത്തി കൊടുക്കുന്നുണ്ടാകണം.
അതിനിടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളുകൾ. നേരത്തെ ഇപ്പോൾ അധ്യാപക സംഘടനകൾ ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ഇതേപോലെ ചില പ്രശ്നങ്ങൾ വന്നു, ചോദ്യപേപ്പറുകൾ ചോർന്ന സംഭവമുണ്ടായി. അതിനുശേഷമാണല്ലോ അതിൽ മാറ്റം വരുത്തുന്നത്. SCERT കേന്ദ്രീകൃതമായി പരീക്ഷാ പേപ്പറുകൾ ചോദ്യങ്ങൾ തയ്യാറാക്കുകയും അത് പിന്നെ സ്കൂളുകളിൽ എത്തിക്കുകയും ചെയ്യുന്ന ഒരു നല്ല വ്യവസ്ഥാപിതമായ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പരീക്ഷയുടെ വിശ്വാസ്യത തകർക്കുക എന്ന് പറയുന്ന ഒരു അജണ്ട ഉണ്ടല്ലോ. അപ്പോൾ ആ അജണ്ടയുടെ ഭാഗമായിട്ട് കൂടിയാണ് നമ്മളിതിനെ കാണേണ്ടിയിരിക്കുന്നത്. കാരണം ഓൾ പ്രൊമോഷൻ എന്ന് പറയുന്നത് അത് നമ്മുടെ വിദ്യാഭ്യാസ നിലവാരത്തെ തകർത്ത് കളഞ്ഞു. എന്താ പറയുക, നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയം മാത്രം മതി എന്ന് വാദിക്കുന്ന അധ്യാപക സംഘടനയുണ്ട് നമ്മുടെ നാട്ടിൽ. ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ പോലുള്ള ചില സംഘടനകൾ അതിനുവേണ്ടി വാദിക്കുന്നവരാണ്. ഓൾ പ്രൊമോഷൻ വേണമെന്ന് പറയുന്നവരാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പൂർണ്ണമായി തകർക്കാൻ വേണ്ടിയുള്ള ഒരു ആസൂത്രിത നീക്കം എന്ന നിലയിലൊക്കെയാണോ നമ്മളുടെ സംശയങ്ങൾ ചെന്നെത്തേണ്ടത്? അതല്ല, ഇത് പണത്തിന് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ഒരു പരിപാടി, ഒരു ബിസിനസ്, ഒരു കച്ചവടത്തിന്റെ ഭാഗമായി അധ്യാപകരൊക്കെ നിൽക്കുന്നു, അങ്ങനെ കരുതിയാൽ മതിയോ? അല്ല, പോരാ ഗോപികൃഷ്ണൻ, ഇതിനകത്ത് രണ്ട് ആസ്പെക്ട്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ രണ്ടും പറയുന്നത്. ഒന്ന്, ഇതിൽ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നവരുടെ ബിസിനസ് താല്പര്യങ്ങൾ. പക്ഷേ അതിനേക്കാൾ ഉപരി യഥാർത്ഥത്തിൽ പരീക്ഷയുടെ വിശ്വാസ്യത തകർക്കുന്നതിനും പൊതുവിദ്യാലയങ്ങളുടെ ഇപ്പോൾ പരീക്ഷ വേണമെന്നും മിനിമം മാർക്ക് സമ്പ്രദായം വേണമെന്നും ഒക്കെ സർക്കാർ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്ന സന്ദർഭമാണ്. മാധ്യമങ്ങൾ ഈ ഓൾ പ്രൊമോഷൻ സമ്പ്രദായത്തിനെതിരെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സ്നേഹികൾ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന സന്ദർഭമാണ്. പക്ഷേ അതിനെതിരെ ചില സംഘടനകൾ പരസ്യമായിട്ട് രംഗത്ത് വരുന്ന സന്ദർഭവുമാണ്. എന്താ പറയുക, ഓൾ പ്രൊമോഷൻ മതി, അല്ലെങ്കിൽ സമഗ്രമായ മൂല്യനിർണ്ണയം മതി, ഈ പറയുന്ന പാദവാർഷിക പരീക്ഷകളോ പിന്നെ ഫൈനൽ എക്സാമിനേഷൻസോ റിട്ടേൺ എക്സാമിനേഷൻസോ വേണ്ട, അല്ലെങ്കിൽ അതിനെ അടിസ്ഥാനപ്പെടുത്തി ജയപരാജയങ്ങൾ തീരുമാനിക്കുന്ന സമ്പ്രദായത്തിലേക്ക് തിരിച്ചു പോകരുത് എന്ന് പറയുന്ന സംഘടനകളുണ്ടല്ലോ. അപ്പോൾ അവർക്ക് അവരുടേതായ ചില നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ടാവാം. അവരെ സംബന്ധിച്ചിടത്തോളം പരീക്ഷയുടെ വിശ്വാസ്യത തകർക്കുക, പൊതുവിദ്യാലയങ്ങളുടെയും പൊതുവിദ്യാഭ്യാസത്തിൻ്റെയും വിശ്വാസ്യത തകർക്കുക എന്നൊരു അജണ്ട ഉണ്ടാകാം. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഒരുപക്ഷെ ആ പശ്ചാത്തലത്തിലാണ് ഇത് വരുന്നത്. ഒരു കൊടുവള്ളി, അതാണ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയുടെ സമയത്ത് കൊടുവള്ളിയിൽ ഇതേ ഏജൻസിയെ സംബന്ധിച്ച് ഓണപരീക്ഷയിലെ 70% ചോദ്യങ്ങൾ ഇതേ ഏജൻസി വഴി പുറത്തു വന്നിട്ടുണ്ട്. അന്ന് ഈ ഏജൻസിയുടെ ഇടപാടുകൾ സംബന്ധിച്ച് സംശയം രേഖപ്പെടുത്തിയ ഒരു റിപ്പോർട്ട് കൊടുവള്ളി AEO നൽകിയിട്ടുണ്ട്, ഡെപ്യൂട്ടി ഡയറക്ടർക്ക് നൽകിയിട്ടുണ്ട്, DDEക്ക് നൽകിയിട്ടുണ്ട്. നടപടി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിനെ സംരക്ഷിച്ചു നിർത്തുന്ന, അല്ലെങ്കിൽ ഈ ഗൂഢാലോചനയുടെ ഭാഗമായി നിൽക്കുന്ന കണ്ണികൾ മുകളറ്റം മുതലുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട് എന്ന് സംശയിക്കേണ്ടി വരും. ഷാജിർ, സംസ്ഥാനത്ത് അങ്ങനെ അല്ലാതെ ചെയ്യാനാവില്ലല്ലോ. ഇപ്പം പരീക്ഷ ചോദ്യപേപ്പർ ചോർത്തുക എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു ഈ പറയുന്ന MS സൊല്യൂഷൻസിലെ ഒരു ഏജൻസിയിൽ ഏതെങ്കിലും ഒരാൾ വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അവിടെ ഉന്നത കേന്ദ്രങ്ങളുമായി ബന്ധമുള്ള ആളുകൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വളരെ സുതാര്യത എന്ന് പറഞ്ഞാൽ വളരെ കോൺഫിഡൻഷ്യാലിറ്റി ഉള്ള, രഹസ്യാത്മകത സൂക്ഷിക്കുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ ഈ പൊതുവിദ്യാഭ്യാസ രംഗത്തെ പരീക്ഷാ സമ്പ്രദായം അങ്ങനെയുള്ള ഫൈനൽ എക്സാം, എന്താ പറയുക, ഓപ്പൺ എക്സാമിനേഷൻസ് വന്നാൽ പിന്നെ അതിന് വിശ്വാസ്യതയില്ലെന്നും അത് ചോദ്യപേപ്പർ ചോർച്ചയിലേക്ക് നയിക്കുമെന്നും ഒക്കെ പറഞ്ഞ് അങ്ങനെ ഒരു നരേറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.